ഏകദേശം ഒരു 10 വർഷത്തിലധികമായിട്ട് സിനിമയിൽ സജീവമാണ്. മാടമ്പിയൊക്കെയാണ് അല്ലേ 10 വർഷത്തിലധികം സിനിമ ഇറങ്ങിയിട്ട്. 50-ലേറെ സിനിമകൾ ചെയ്തിട്ടുണ്ട് കൃഷ്ണപ്രഭ. ഒന്നിനു പുറകെ ഒന്നായിട്ട് സിനിമ ചെയ്യുന്ന രീതിയിൽ നിന്നും മാറി കഴിഞ്ഞൊരു വർഷമായിട്ട് അത്രയധികം സിനിമകൾ ചെയ്തിട്ടില്ല. അത് എന്താണ് അതിന്റെ കൃത്യമായ കാരണം? വളരെ സെലക്റ്റീവ് ആവുന്നതാണോ? അങ്ങനല്ല, അതോ ഡയറക്ടർ സെലക്റ്റീവ് ആവുന്നതാണോ? അങ്ങനെയല്ല. സത്യമായിട്ട് 2017 കുറേ അധികം പടങ്ങൾക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഇപ്പം 2016 15 ചെയ്തു വന്നിട്ടുള്ള സിനിമകളിലെ ക്യാരക്ടേഴ്സൊക്കെ ആയിട്ട് ഒരുപാട് സാമ്യമുള്ളതായിട്ട് മിക്ക ക്യാരക്ടേഴ്സും തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ബാംഗ്ലൂർ അലയൻസ് യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ ഭരതനാട്യം കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. എക്സാമും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് എൻ്റെ പ്രാക്ടിക്കൽ എക്സാം ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്തായാലും അങ്ങനെ ചെല്ലേണ്ട ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നിരുന്നു. പിന്നീട് ഇതുപോലെയുള്ള ഇങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ വിളിക്കുമ്പോൾ എനിക്കെന്തോ ഞാൻ വിചാരിച്ചു ഇനി അങ്ങനെ ചെയ്യണ്ട. കാരണം ഞാനിതൊരു ലോങ് ടേം പ്രോസസ്സായിട്ടാണ് കാണുന്നത്. സിനിമയിൽ എൻ്റെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അവസാന ശ്വാസം വരെ നിൽക്കാൻ പറ്റിയ അത്രയും നല്ലത് എന്ന് വിചാരിക്കും. കാരണം ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് കുറച്ച് ദിവസം വന്ന് സിനിമയിൽ അഭിനയിച്ചു, ഒരു ഫെയിം ഉണ്ടാക്കി, ഇനി കല്യാണം കഴിച്ചിട്ട് പോവാം, അതിന് പിന്നെ ചിലപ്പോൾ തിരിച്ചു വരാം, അങ്ങനെയുള്ളൊരു ഐഡിയ ഇല്ല. ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാനൊന്നും ഒരു പ്ലാനിങ് അല്ല. നേരത്തെ നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്.